ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ തുടർമാനമായിട്ട് ഇന്ന് അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ കൂടി അല്പമായിട്ട് ചിന്തിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് തീത്തോസ് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച് അല്പമായിട്ട് ചിന്തിച്ചത്. ആ വാക്യത്തിൽ നിന്ന് തന്നെ ഇന്ന് അല്പമായിട്ട് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നും സകല സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം എന്നുള്ള പദത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, ഒന്ന്, എന്താണ് സൽപ്രവർത്തി എന്നുള്ള കാര്യം നമ്മൾ അല്പമായിട്ട് വിശദമായിട്ട് അല്പം ചിന്തിക്കുകയുണ്ടായി. കൂടാതെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃക കാണിക്കേണ്ടത് അത് ആരൊക്കെയാണ്, പ്രധാനമായിട്ടും ആരാണ് സൽപ്രവർത്തിക്ക്, അത് ഒരു സഭയോടുള്ള ബന്ധത്തിൽ ആരാണ് മാതൃക കാണിക്കേണ്ടത്, മാതൃക ആയിരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. കൂടാതെ തന്നെ ഒരു ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ നിന്നും നെഹമ്യാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും നെഹമ്യാവ് തൻ്റെ ജീവിതത്തിൽ മാതൃക കാണിച്ച ഒരു വ്യക്തി ആയിരുന്നു എന്ന് നമ്മൾ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നിന്നും അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അതിൽ തന്നെ ചില കാര്യങ്ങൾ കൂടി സൽപ്രവർത്തികളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തീത്തോസിന് എഴുതിയ ലേഖനത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, അതായത് തീത്തോസിന് എഴുതിയ ലേഖനം 4 അധ്യായങ്ങളിലെയും പ്രധാന വിഷയം എന്ന് പറയുന്നത് സഭാകുടുംബത്തിലെ യോഗ്യമായ നടത്ത എന്നുള്ളതാണ്. ഈ 4 അധ്യായത്തിലെയും പ്രധാന കാതലായിരിക്കുന്ന വിഷയം. നമ്മൾ അത് മനസ്സിൽ തന്നെ കുറിച്ചിടേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും അതിനെ ആസ്പദമാക്കി തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നമുക്ക് ഇന്ന് തുടർന്ന് 1-2 കാര്യങ്ങൾ കൂടി അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. സൽപ്രവർത്തിക്ക് മാതൃക ആയിരിക്കുക എന്ന് പൗലോസ് തീത്തോസിനോട് പറയുമ്പോൾ അത് ഒരു സഭയോടുള്ള ബന്ധത്തിൽ സഭയിലെ യോഗ്യമായ നടത്ത, അതായത് സൽപ്രവർത്തികൾക്ക് മാതൃക ഉള്ളവനായി കാണിക്കുക എന്നുള്ളതിനെ കുറിച്ച് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു. അതിനോട് ബന്ധപ്പെട്ട് തന്നെ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ താൻ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ നിലയിൽ താൻ സൽപ്രവർത്തികൾക്ക് മാതൃക ഉള്ളവനായിരുന്നു എന്ന് നമുക്ക് വീണ്ടും അതിനോടനുബന്ധിച്ച് ചിന്തിക്കാം. നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലോട്ട് വരാം. നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നെഹമ്യാവ് 2:3 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കണമേ. മതി. ഇനി 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അതായത് നെഹമ്യാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, യെരുശലേം പണിയോടുള്ള ബന്ധത്തിൽ താനൊരു മാതൃക കാണിക്കുന്നതിന് മുമ്പ് ആ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രവൃത്തിയോട് തൻ്റെ ആദ്യത്തെ മനോഭാവം, അതായത് ആ നല്ല പ്രവൃത്തിയെക്കുറിച്ചുള്ള തൻ്റെ മനോഭാവവും കാഴ്ചപ്പാടും തൻ്റെ ഭാരവും ബോധ്യത്തെക്കുറിച്ചുമാണ് ഈ 2 വാക്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഈ യെരുശലേം മതിൽ പണിയോടുള്ള ബന്ധത്തിൽ അവിടെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നത് എന്ന് പറഞ്ഞു. 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ. കൂടാതെ തന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 2-ാം ഭാഗം വായിക്കുന്നു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന്
അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അതായത് ആ യെരുശലേം മതിൽ പണിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അവസ്ഥ, അത് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് തനിക്ക് ശരിയായിട്ടുള്ള ഒരു ബോധ്യവും അത് ശരിയായിട്ടുള്ള രീതിയിൽ പണിയണമെന്നുള്ള ഒരു മനോഭാവം തനിക്ക് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് തനിക്കൊരു ലക്ഷ്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു സഭയോടുള്ള ബന്ധത്തിൽ നമ്മളൊരു പ്രവൃത്തിയിലോട്ട് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഏത് വിഷയമോ ആയിക്കൊള്ളട്ടെ, ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ആത്മഭാരവും അതിനെക്കുറിച്ചൊരു ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കാര്യത്തോട് മാതൃകമായിട്ടുള്ള ഒരു നടത്തിപ്പ് നമുക്ക് ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ. കൂടാതെ തന്നെ നെഹമ്യാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ മാതൃക കാണിച്ച രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം എഴുന്നേറ്റ് പണിയുക. അതിനോട് ചേർന്ന് തന്നെ പറയുന്നു, അപ്പോൾ അവൻ്റെ സഹോദരന്മാർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഇത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ നെഹമ്യാവ് പറയുന്നത് പോലെ നാം എഴുന്നേറ്റ് പണിയുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് നമുക്കൊരു ഉത്സാഹം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതായത് മറ്റുള്ളവരെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അത് അന്യോന്യം ധൈര്യപ്പെടുത്തുകയും വേണം. ഇത് ഒരു നല്ല മാതൃക കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ താൻ ആ ഒരു മാതൃകയിലോട്ട് പോകുന്നതിനുള്ള ഒരു കാരണം, തൻ്റെ ജീവിതത്തിൽ അത് പണിയുക അല്ലെങ്കിൽ ആ ഒരു നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ള ഒരു ഉത്സാഹവും മറ്റുള്ളവരെ ഈ പ്രവൃത്തിക്കായിട്ട് ധൈര്യപ്പെടുത്തുന്ന ഒരു മനോഭാവവും നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യമാണ്, നമ്മൾ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ സഭയിൽ പൊതുവായിട്ട് വരുന്ന ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പൊതുവായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ആയിട്ട് നമ്മൾ മുതിരുമ്പോൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഇതിനായിട്ട് ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നത് ഒരു ആവശ്യമായിട്ട് ഇരിക്കുന്നു. എന്നാൽ മാത്രമേ ആ ഒരു പ്രവൃത്തി വിജയകരമായിട്ട് തീരത്തുള്ളൂ. നമ്മൾ ഈ നെഹമ്യാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ തൻ്റെ സഹോദരന്മാരെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തിയത്, ഏത് വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഏത് വാക്കിലൂടെയാണ് അവരെ ധൈര്യപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ചെയ്തു തീർക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ഇത് ഞാൻ പൂർത്തീകരിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഇത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും അത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അത് എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ദൈവം എല്ലാ കാര്യവും നടത്തും, അല്ലെങ്കിൽ ദൈവം എല്ലാ കാര്യവും സാധിപ്പിച്ചു തരുമെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ബോധ്യം മറ്റുള്ളവരടുത്ത് പറയുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും വേണം. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഞാനല്ല ഇതിനു വേണ്ടി പണിയുവാനായിട്ട് പോകുന്നത്, ഇതിൽ അനേക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു, ഇത് എൻ്റെ കഴിവ് കൊണ്ട് ഇത് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കത്തില്ല, ഇത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ് ഈ ഒരു വിഷയം, അല്ലെങ്കിൽ യെരുശലേമിൻ്റെ ആ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന ആ ഭാരത്തെക്കുറിച്ച് അവിടെ 1-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, താനെ കുറെ കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവം എന്നെ ഒരുക്കിയത് ഒരു മുഖാന്തരം മാത്രമാണെന്നുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ആ വിഷയത്തെക്കുറിച്ച് അതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവം ആ കാര്യം എനിക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും സാധിപ്പിച്ചു തരുമെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ എൻ്റെ ഒരു മനോഭാവത്തിൽ, ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു സൽപ്രവൃത്തി ചെയ്തു തീർക്കാമെന്നുള്ള ഒരു കാര്യം നമ്മൾ അത് ചിന്തിക്കുവാനായിട്ട് പാടില്ല. നെഹമ്യാവ് നമുക്ക് മാതൃകയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ സഭയുടെ സെമിത്തേരി പണി നടക്കുകയാണല്ലോ. ഞാൻ എൻ്റെ മനസ്സിൽ ഇത് വായിച്ചപ്പോൾ അത് ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെമിത്തേരി അല്ലെങ്കിൽ സഭയുടെ ഈ സെമിത്തേരി പണി വർക്ക് നടക്കുമ്പോൾ ഇതൊരു വലിയൊരു പണിയായിട്ട് തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു വേലയായിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു സഭയുടെ പൊതുവായിട്ടുള്ള ഒരു സൽപ്രവൃത്തിയായിട്ട് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണം ഇത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് സഭയിൽ കൂടി വരുന്ന എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സൽപ്രവൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതിൽ കുറച്ച് കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ഇടയായി. അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു. ദൈവമേ, ഇതൊരു വലിയൊരു ഭാരിച്ച ഒരു കാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലവിധമായിട്ടുള്ള ടെൻഷനൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു. ഇത് എങ്ങനെ ഈ പണി മുന്നോട്ട് പോകും? അതായത് ഞാൻ അത് പറയുവാനായിട്ടുള്ള കാരണം, ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു പണി ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഒരു പണി തുടങ്ങുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് തുടങ്ങിയപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കളക്ഷനൊക്കെ എടുത്തു. എന്നാൽ ആ പണി തുടങ്ങിയപ്പോൾ ഇതിന് കൊടുക്കുവാനായിട്ട് ഒരു കളക്ഷൻ തുക നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഒന്നുമില്ലാതെയാണ് നമ്മൾ ഈ പണി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ പണിയൊക്കെ തുടങ്ങുമ്പോൾ അത് കോൺട്രാക്ടറുമായിട്ട് എഗ്രിമെന്റ് ഒക്കെ ചെയ്താണ് ഈ പണി തുടങ്ങിയത്. അപ്പോൾ അവർക്ക് കൂലി കൊടുക്കുന്നത് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അവർക്ക് കൂലി കൊടുത്തത്. അപ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ, നാളെയാണല്ലോ ഇവർക്ക് 2ാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത്, ഇതെങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഞാൻ സഭയിലെ ഒരു സഹോദരനുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അതായത് സഭയിൽ മാതൃകാ ജീവിതം നയിക്കുന്ന, മാതൃകയുള്ള സൽപ്രവൃത്തികൾക്ക് മാതൃകയുള്ള ഒരു സഹോദരനുമായിട്ട് ഞാൻ ഈ വിഷയം പങ്കുവച്ചു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞതാണ്, മുൻപോട്ട് പോവുക, ദൈവം നമ്മെ നടത്തും. നേരത്തെ നെഹമ്യാവ് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇതേ ഒരു വാക്ക് തന്നെയാണ് ആ സഹോദരനും പറഞ്ഞത്. മുന്നോട്ട് പോവുക, ദൈവം വഴി നടത്തും, ദൈവം ഒന്നിനും മുട്ട് ഉണ്ടാക്കുകയില്ല, ദൈവം നടത്തും. അപ്പോൾ ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞത്, സൽപ്രവർത്തികൾക്ക് മാതൃക ഉള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു മനോഭാവം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഒരു മാതൃക ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ വ്യക്തി പറയും, അത് എങ്ങനെയെങ്കിലും ആയി തീരട്ടെ, അല്ലെങ്കിൽ അത് തീരുകയോ തീരാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ, പദപ്രയോഗങ്ങളൊക്കെ ഒരു പക്ഷേ അവരുടെ വായിൽ നിന്ന് വരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ മാതൃകാപരമായിട്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ അവരുടെ വാക്കുകൾ എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഈ വാക്ക് ആ വ്യക്തി പറഞ്ഞതിന് ശേഷം അതിന്റെ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുവാനുള്ള പണവും നമുക്ക് കിട്ടി. അത് ദൈവം എത്രത്തോളം പ്രവർത്തിച്ചു എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലാകുവാനായിട്ട് ഇടയായി. ദൈവം, ഞാൻ ഈ ഒരു വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാതൃകപരമായിട്ടുള്ള നെഹമ്യാവിന്റെ ജീവിതം പോലെയുള്ള ഒരു ജീവിതം നമ്മുടെ എല്ലാവരുടെയും അടുക്കൽ നിന്ന്
ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. എന്നാൽ ഈ സൽപ്രവർത്തികളെന്ന് പറയുമ്പോൾ ഒരു സഭയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ വരുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാതെ നിൽക്കുന്നവരുമുണ്ട്. അത് ആധുനിക കാലത്തുമുണ്ട്, പുതിയ നിയമകാലത്തുമുണ്ട്. ഒരു നല്ല പ്രവൃത്തിക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് എതിരെ അല്ലെങ്കിൽ അതിനോട് യോജിച്ചു പോകാതെ നിൽക്കുന്നവർ പഴയ കാലത്തുമുണ്ട്, പുതിയ കാലത്തുമുണ്ട്. ഞാനത് പറയാനുള്ള ഒരു കാരണം, നമ്മൾ നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ ഈ നെഹമ്യാവും കൂട്ടു സഹോദരന്മാരും ദാസന്മാരും ഈ മതിൽ പണി ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ അത് തുടങ്ങിയപ്പോൾ ഇവർക്ക് എതിരെ നിന്ന കുറച്ചു പേരെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം അല്ലെങ്കിൽ 2-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ അവരെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും സൻബല്ലത്ത്, തോബിയാവ്, ഗേശ്, ഈ 3 പേരും ഈ നെഹമ്യാവിനും കൂട്ടർക്കും ഈ സൽപ്രവൃത്തി ചെയ്യുന്നതിൽ വിപരീതമായിട്ട് എതിരായിട്ട് നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നെഹമ്യാവിന്റെ പുസ്തകത്തില് ഇവർക്ക് പുറമെ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു, അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു വാക്യമാണ്. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അപ്പോൾ ഈ സൻബല്ലത്തും തോബിയാവും ഗേശേമിനും പുറമെ ഇവിടെ കുറച്ച് ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബട്ട് ദെയർ നോബിൾസ് പുട്ട് നോട്ട് ദെയർ നെക്സ് ടു ദി വർക്ക് ഓഫ് ദെയർ ലോഡ്. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അതായത് ഈ ശ്രേഷ്ഠന്മാർ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഇംഗ്ലീഷിൽ നോബിൾസ് എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നത് മലയാളത്തിൽ നമുക്ക് പല അർത്ഥങ്ങളും കാണുവാനായിട്ട് സാധിക്കും. ആരാണ് ശ്രേഷ്ഠന്മാരെന്ന്? അത് മഹാന്മാരായ വ്യക്തികളെ കുറിച്ചും അല്ലെങ്കിൽ ഈ പ്രഭുക്കന്മാർ, കുലീനന്മാർ ഇങ്ങനെയുള്ളവരെ കുറിച്ചും വേദപുസ്തകത്തിൽ ശ്രേഷ്ഠന്മാർ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 23-ാം അധ്യായം അതിൽ വരുമ്പോൾ ഈ ശ്രേഷ്ഠന്മാർ ആരൊക്കെയെന്ന്, പ്രഭുക്കന്മാരാണ്, പ്രമാണിമാരെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലും ഈ ശ്രേഷ്ഠന്മാർ ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരൊക്കെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം, പദവികൾ വഹിക്കുന്നവരാണ്. അപ്പോൾ അവരൊന്നും ഈ കർത്താവിന്റെ വേലയ്ക്ക് അവർ ചുമൽ കൊടുത്തില്ല. അതായത് ഈ യെരുശലേമിന്റെ മതിൽ പണി എന്ന് പറയുന്നത് അത് കർത്താവിന്റെ വേല എന്നാണ് ഇവിടെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വേല. ഈ നല്ല പ്രവർത്തിക്ക് അല്ലെങ്കിൽ ഈ കർത്താവിന്റെ വേലയ്ക്ക് ഇവർ ചുമൽ കൊടുത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സഭയുടെ പൊതുവായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൂട്ടർ ഇതിന് വിപരീതമായിട്ട് നിൽക്കും. അതായത് ഈ കർത്താവിന്റെ വേലയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ പിന്തുണയ്ക്കാതെ ഒരു കൂട്ടർ മാറി നിൽക്കും. അത് പഴയ കാലത്തും പുതിയ കാലത്തുമുണ്ട്. അപ്പോൾ ഈ നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ഈ മതിൽ പണിയോടുള്ള ബന്ധത്തില് ഒരു കൂട്ടർ ഇതിനെ വിപരീതമായിട്ട് അവർ നിന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാതെ നിന്നവർ അവരുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവർ അതിനെ പ്രതികരിക്കാതെ നിൽക്കുന്നതിന്റെ 1-2 കാര്യങ്ങൾ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവരുടെ മനോഭാവം എങ്ങനെ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 4-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവർ നല്ല പ്രവർത്തിക്കെതിരെ കോപമുള്ളവർ ആയിരിക്കും. കോപമുള്ളവർ. കൂടാതെ തന്നെ അവർ മഹാരോഷം ഉള്ളവർ ആയിരിക്കും. കൂടാതെ തന്നെ ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നവരെ അവർ നിന്ദിക്കും, പരിഹസിക്കും,
കളിയാക്കും, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഈ 4-ാമത്തെ അധ്യായത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാതെ നിൽക്കുന്നവർ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് നെഹമ്യാവിന്റെ ഈ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ, യെരുശലേമിന്റെ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നു എന്ന് പറയുന്നവർ, അതായത് മാതൃകയാക്കുന്നവർ, ഒരുപക്ഷെ പുറമേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ കർത്താവിന്റെ വേലയ്ക്ക് മാതൃകയുള്ളവരെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സൽപ്രവർത്തികൾ അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക്, അത് എന്തു തന്നെയാകട്ടെ, അത് സെമിത്തേരി പണിയാകട്ടെ, സുവിശേഷ വേലയാകട്ടെ, പരസ്യങ്ങളാകട്ടെ, മറ്റ് എന്ത് കൂടിയവരുകളാകട്ടെ, അവരെ മാതൃകയുള്ളവരെന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളോട് അടുക്കുമ്പോൾ അവരുടെ മനോഭാവം ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവർ, നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവിടെ ഒരു സൽപ്രവർത്തിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം, നമുക്ക് ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 4 മുതൽ ഉള്ള വാക്യങ്ങൾ. മർക്കോസ് 12:4. പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. സോറി, റെഫറൻസ് തെറ്റി. ഞാൻ ഉദ്ദേശിച്ചത് 40 തോന്നുന്നു. 12:40 വായിക്കാമോ? 41 ഞാൻ വായിക്കാം. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവർ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ട് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വേദഭാഗം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 കാശിട്ട വിധവ അവളുടെ ശരിയായിട്ടുള്ള, ആ വ്യക്തിയുടെ ശരിയായിട്ടുള്ള ഒരു മനോഭാവം, തനിക്ക് ഉള്ളതെല്ലാം ആ നല്ല പ്രവൃത്തിക്കായിട്ട് താൻ ചെലവഴിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഈ വിധവയായ സ്ത്രീക്ക് 2 കാശേ ഉള്ളായിരുന്നു, അത് ഇടാതിരിക്കുവാനും ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ തനിക്ക് ഉണ്ടായിരുന്നത് എല്ലാം ആ നന്മയ്ക്കായിട്ട് താൻ ചെലവിട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് സൽപ്രവർത്തിക്ക് മാതൃക എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മാതൃക, അല്ലെങ്കിൽ തനിക്ക് ഉള്ളതെല്ലാം അതിനു വേണ്ടി ചെലവഴിച്ചു, ഈ ഒരു മാതൃക മറ്റുള്ളവർ കണ്ട് ഇതിനെ പിൻപറ്റേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, ഇത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈവശം ഒന്നുമില്ലല്ലോ, ഇത് ശരിയായിട്ടുള്ള ഒരു സൽപ്രവർത്തിക്ക് മാതൃക അല്ല. കൂടാതെ തന്നെ നമ്മൾ വായിച്ച നെഹമ്യാവിന്റെ പുസ്തകത്തിലോട്ട് വരാം. അവിടെ ഈ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവിന്റെ വേലയെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ആ ഒരു കാര്യത്തോട് ഒരു നല്ല മനോഭാവത്തോട് ആയിരിക്കുന്നവരുടെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവർ, നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതാണ്, ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി, നല്ല പ്രവൃത്തിക്കായിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തി. അപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് അവര് അന്യോന്യം ധൈര്യപ്പെടുത്തുന്നവർ ആയിരിക്കണം, അല്ലാതെ നിരുത്സാഹപ്പെടുത്തുന്നവർ ആയിരിക്കരുത്. കൂടാതെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, എഴുന്നേറ്റ് പണിയുക എന്നുള്ളൊരു പദം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് ഏത് പ്രവൃത്തി ആയിക്കൊള്ളട്ടെ,
മറ്റുള്ളവരോട് നാം അത് കാണിച്ചു കൊടുക്കണം. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ 5 പ്രാവശ്യം ഈ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക എന്നുള്ള ഉദാഹരണമായിട്ട് 5 പ്രാവശ്യം വാക്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൽപ്രവർത്തികൾക്ക് ഉത്സാഹമുള്ളവരായിരിപ്പിൻ, സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തി കാണിപ്പിൻ എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ അവിടെ നെഹമ്യാവ് പറയുകയാണ്, നാം എഴുന്നേറ്റ് പണിയും. നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ അതാണല്ലോ നമ്മുടെ വിഷയം, സഭാജീവിതം, കുടുംബജീവിതം. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ അന്യോന്യം ധൈര്യപ്പെടുത്തുകയും നമ്മൾ ഈ വേല പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് ഒരു ധൈര്യം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ തന്നെ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്ക് കാണുന്നു, വേലയിൽ ഉറ്റിരിക്കും. വേലയിൽ ഉറ്റിരിക്കും. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവർ കർത്താവിന്റെ വേലയിൽ ഉറ്റിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഈ നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഈ യെരുശലേം മതിൽ പണിയോടുള്ള ബന്ധത്തിൽ ആ വേലയിൽ താൻ ഉറ്റിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ 52 ദിവസം കൊണ്ട് യെരുശലേമിന്റെ പണി താൻ പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് തനിക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത്? താൻ ആ വേലയിൽ ഉറ്റിരിക്കുവാനായിട്ട് സാധിച്ചു. അതായത് നമ്മൾ വായിച്ചല്ലോ, ഈ യെരുശലേമിന്റെ മതിൽ പണി എന്ന് പറയുന്നത് അത് കർത്താവിന്റെ വേലയായിട്ട് തന്നെയാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കർത്താവിന്റെ വേലയിൽ നെഹമ്യാവ് ഉറ്റിരുന്നത് കൊണ്ട് ആ വേല 52 ദിവസം കൊണ്ട് അവന് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. കൂടാതെ തന്നെ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തന്നെ വരുമ്പോൾ അവിടെ പറയുന്നു, വേലയിൽ പ്രവർത്തിച്ചു പോന്നു. വേലയിൽ പ്രവർത്തിച്ചു പോരും എന്നാണ്, വേലയിൽ പ്രവർത്തിച്ചു പോരും. അതായത് ഒരു സൽപ്രവൃത്തി അല്ലെങ്കിൽ ഒരു വേല തുടങ്ങിക്കഴിഞ്ഞാൽ അത് പാതി വഴിയിലിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു മനോഭാവം നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. ആ വേലയിൽ അവൻ പ്രവർത്തിച്ചു പോന്നു. ഒരിക്കലും അവൻ ആ വേല തുടങ്ങിയിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ദാസന്മാരെ ഏൽപ്പിച്ചിട്ടോ തന്റെ കൂടെയുള്ള സഹോദരന്മാരെ ഏൽപ്പിച്ചിട്ടോ താൻ അതിൽ നിന്ന് പിന്മാറി അത് പൂർത്തീകരിക്കാതെ താൻ പോയതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചില്ല. ആ ഒരു പ്രവൃത്തി താൻ തുടങ്ങിയ നാൾ മുതൽ അത് പൂർത്തീകരണം വരെ താൻ ആ വേലയിൽ ഉറ്റിരിക്കുകയും ജാഗരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സൽപ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് തുടങ്ങി വെച്ചിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാതെ അത് പൂർത്തീകരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. കൂടാതെ തന്നെ 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, വലിയ വേല എന്നുള്ള ഒരു വാക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വലിയ വേല, അതായത് താൻ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു പണിയെക്കുറിച്ച് അത് വ്യക്തമായിട്ടുള്ള ധാരണ ഈ നെഹമ്യാവിന് ഉണ്ടായിരുന്നു. ഈ വേല എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി, ഇത് എത്രത്തോളം ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ ഈ നെഹമ്യാവിന് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ അത് വായിച്ചതാണ്. ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഇതൊരു വലിയ വേലയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായത് ആ വലിയ വേല എന്ന് പറയുന്നത് സൻബല്ലത്തും തോബിയാവും ഗേശവും ഒക്കെ ഈ നെഹമ്യാവിന് എതിരായിട്ട് വരുമ്പോൾ ഈ നെഹമ്യാവ് പറയുന്ന ഒരു വാക്കാണ്, ഞാനൊരു വലിയ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു, എനിക്ക് മിനക്കെട്ട് വരുവാൻ സമയമില്ല എന്നൊക്കെ. അത് വായിക്കണം, നല്ല രസകരമായിട്ടുള്ള വാക്യങ്ങളാണ്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ആ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ താൻ ഏർപ്പെട്ടിരിക്കുന്ന ആ വേലയെക്കുറിച്ച് തനിക്കൊരു നല്ല ബോധ്യവും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഇതൊരു വലിയ വേലയാണെന്ന് തനിക്കൊരു ബോധ്യവും ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ബോധ്യം. ഏത് ചെറിയ കാര്യമോ വലിയ കാര്യമോ ആയിക്കൊള്ളട്ടെ, ഇതൊരു വലിയ വേലയാണ്. ഇത് ദൈവം എന്നിൽ നിന്നും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം.
അല്ലാതെ ഇതിനൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയ വേല എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി തന്നെ നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും അത് പൂർത്തീകരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. കൂടാതെ തന്നെ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരുമുണ്ട്, ചുമൽ കൊടുക്കാത്തവരുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു പരാമർശിച്ചു പോയ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാത്തവർ. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരെ കുറിച്ചാണ് ഞാൻ 5 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഈ ചുമൽ കൊടുക്കാത്തവർ ആരൊക്കെ അല്ലെങ്കിൽ എങ്ങനെയുള്ളവരാണെന്ന് ഈ 5 പോയിന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. അതായത് നെഗ്ലക്റ്റ് ഓഫ് ഡ്യൂട്ടി, അതായത് വേലയെ അവഗണിക്കുന്നവർ, കർത്താവിൻ്റെ വേലയെ അവഗണിക്കുന്നവർ. അതായത് ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞത് അവര് അന്യോന്യം ധൈര്യപ്പെടുത്തില്ല. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുന്നവർ അവർ അന്യോന്യം സൽപ്രവർത്തികൾക്കായിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തും. എന്നാൽ ഈ കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുക്കാത്തവർ അവർ അന്യോന്യം ധൈര്യപ്പെടുത്താറില്ല. മറിച്ച് അവര് അതിനെതിരായിട്ട് ധൈര്യപ്പെടുത്താതെ അതിൽ നിന്നും പിന്മാറുവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ അവർ എഴുന്നേറ്റ് പണിയുകയില്ല. പണിയുന്നവരെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, അവർ സ്വന്തമായിട്ട് പണിയുവാനായിട്ട് മുന്നോട്ട് വരികയുമില്ല, പണിയുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാത്തവരുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുക്കുന്നവർ വേലയിൽ ഉറ്റിരിക്കും. ഈ ചുമൽ കൊടുക്കാത്തവർ വേലയിൽ ഉറ്റിരിക്കില്ല. അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ വേലയാണെന്ന് അവർക്ക് ബോധ്യമൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ ഉറ്റിരിക്കാതെ ഇത് എങ്ങനെയെങ്കിലും ആയി തീരട്ടെ എന്നുള്ളൊരു മനോഭാവമായിരിക്കും അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ അവർ വേലയിൽ പ്രവർത്തിക്കുകയില്ല. അതായത് കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുക്കുന്നവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. അതിന് വിപരീതമായിട്ട് ഇത് ചുമൽ കൊടുക്കാത്തവർ കർത്താവിൻ്റെ വേലയിൽ അവർ പ്രവർത്തിക്കുകയില്ല. അവർ സ്വന്തമായിട്ടും പ്രവർത്തിക്കുകയില്ല, മറ്റുള്ളവരെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുകയുമില്ല. ഇതാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാത്തവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മൾ അവസാനമായിട്ട് നേരത്തെ പറഞ്ഞത് കർത്താവിൻ്റെ വേല വലിയ വേല എന്ന് ഉള്ള ഒരു ലക്ഷ്യം കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാത്തവർ ഈ ഒരു വലിയ വേലയെ നിസ്സാരമായിട്ട് അവർ കാണും. നിസ്സാരമായിട്ട് കാണുകയുമല്ല, ഈ കാര്യത്തെ അവർ തള്ളിക്കളയുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. അവർ ഇതിലോട്ടൊന്നും ഇറങ്ങിത്തിരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾക്കായി സൽപ്രവർത്തികൾക്കായിട്ട് അവർ മുന്നോട്ട് വരാത്തത് കൊണ്ട് അവർക്ക് ഇതൊക്കെ ഒരു ചെറിയ വേലയായിട്ടും നിസ്സാരമായിട്ടും ഇതൊന്നും ഒരു പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമായിട്ടും അവരുടെ ജീവിതത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ 48-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മളത് വാക്യം ശ്രദ്ധിച്ചൊന്ന് ചിന്തിക്കണം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയോടെ ചെയ്യുന്നതിനെക്കാട്ടും വെറുതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഉദാസീനതയോടെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മളെ പുതിയ നിയമത്തിൽ വരുന്നല്ലോ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ ഞാൻ നിന്റെ വായിൽ നിന്നും ഉമിണ്ണുകളയും. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അത് ഏത് പ്രവൃത്തിയോ ആയിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ വേലയാണോ, അത് ഉദാസീനമായിട്ട് നീ വിചാരിക്കുകയും ഉദാസീനമായിട്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്താൽ അത് വേദപുസ്തകം പറയുന്നു, അല്ലെങ്കിൽ ദൈവം പറയുന്നു, നീ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. കർത്താവിൻ്റെ വേല അത് ഉദാസീനതയോടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുമ്പോൾ അത് ഉദാസീനതയോടെ ചുമൽ കൊടുക്കുവാൻ പാടില്ല. അതാണ് ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഉദാസീന
ഉദാസീനതയോടെ ചെയ്യുന്നവരൊക്കെ സഭയിലൊക്കെ അവർ വരും, എല്ലാ യോഗങ്ങൾക്കും കൂടി വരുന്നവർക്ക് വരും. എന്നാൽ എന്തെങ്കിലും പ്രവൃത്തികളായിട്ട് അവർ അതിൽ നിന്നും മുന്നോട്ട് വരാതെ അതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സഭയുടെ എല്ലാ കൂടിവരവുകളൊക്കെ ഒരുപക്ഷെ കാണും, ഫുൾ അറ്റൻഡൻസ് ഒക്കെ ഒരുപക്ഷെ കാണും. എന്നാൽ എന്തെങ്കിലും പ്രവൃത്തികൾ വരട്ടെ, അതിനോടൊന്നും ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ശരിയായിട്ടുള്ള മനോഭാവം കാണിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയും ശരിയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാതെ നിൽക്കുന്ന അവരെ കുറിച്ച് അവർ പറയുന്നത് അവരൊക്കെ ശപിക്കപ്പെട്ടവരെന്നാണ് വേദപുസ്തകം ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഈ നല്ല പ്രവൃത്തികളുമുണ്ട്, നിർജീവ പ്രവൃത്തികളുമുണ്ട്. അത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നിർജീവ പ്രവൃത്തികൾ, ഈ നിർജീവ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് ഒരിക്കലും നിലനിൽക്കുകയില്ല, അത് നശിച്ചു പോകുന്ന പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തി എന്ന് പറയുന്നത്. നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. എന്നാൽ ഈ ശപിക്കപ്പെട്ടവർ, അതായത് കർത്താവിൻ്റെ പ്രവൃത്തി, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ കാണുന്നവർ അവർ ചെയ്യുന്നത് നിർജീവ പ്രവൃത്തിയാണ്. അത് ഒരിക്കലും നിലനിൽക്കുകയില്ല, അത് നശിച്ചു പോകുന്ന പ്രവൃത്തിയാണ്. ഒരുപക്ഷെ ഒരു കാലയളവുകളൊക്കെ, ഒരു കാലം വരെയൊക്കെ നിലനിന്നു എന്ന് വരാം. എന്നാൽ അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടിരിക്കില്ല. അത് നശിച്ചു പോകുന്ന, അത് ഭൂമിയിൽ കൊണ്ട് തന്നെ അത് നശിച്ചു പോകുന്ന ഒരു പ്രവൃത്തിയായിട്ട് തീരുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ മാതൃകാപരമായിട്ട് അല്ലെങ്കിൽ സൽപ്രവർത്തികൾക്ക് മാതൃക കാണിക്കുക, ഇത് സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇത്രയും പരാമർശിച്ചു പോയത്. എന്നാൽ സഭാ കുടുംബ ജീവിതത്തിന് യോഗ്യമായ നടത്ത എന്നുള്ളതിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും സൽപ്രവർത്തികൾക്ക് നാം മാതൃക ഉള്ളവർ ആയിരിക്കണം. നമ്മളെ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സമൂഹത്തിലും എവിടെയായിരുന്നാലും നമ്മൾ സൽപ്രവർത്തികൾക്ക് മാതൃക ഉള്ളവർ ആയിരിക്കണം. പ്രധാനമായിട്ടും ഈ വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏതൊക്കെ തലങ്ങളിൽ സൽപ്രവർത്തികൾക്ക് മാതൃക ഉള്ളവരായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതായത് കുടുംബമാകുമ്പോൾ അവിടെ മാതാവുണ്ട്, പിതാവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ സൽപ്രവർത്തികൾക്ക് മാതൃക കാണിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ അതിനോട് അനുകൂലമായിട്ട് അവർ പ്രതികരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവരും മാതൃകരമായിട്ടുള്ള ജീവിതം നയിക്കത്തുള്ളൂ. മാതാപിതാക്കൾ എങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നോ അത് തന്നെയാണ് മക്കളും അനുകരിക്കുന്നത്. ഞാൻ ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ, അബ്രഹാമിൻ്റെ കുടുംബ ജീവിതത്തിൽ അവരൊരു പ്രവൃത്തി ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ അനേക സൽപ്രവർത്തികൾ ചെയ്ത കുടുംബങ്ങളുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ അബ്രഹാം സാറ അവരുടെ ജീവിതത്തിൽ അവരൊരു സൽപ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സൽപ്രവൃത്തി ഉദ്ദേശിക്കുന്നത് അതിഥി സൽക്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്നാൽ ഈ അബ്രഹാം സാറ അവരുടെ ജീവിതത്തിൽ അവരൊരു അതിഥി സൽക്കാരം, അവരൊരു നല്ല പ്രവൃത്തി അവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. ആ 18-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ അതൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാനൊരു മുറിയപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരനെ തൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. ഇത് അബ്രഹാമിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ദൈവദൂതന്മാരെ സൽക്കരിച്ച അതിഥി സൽക്കാരത്തെ കുറിച്ചാണ് ഈ വായിച്ച വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇത് വായിച്ചപ്പോൾ തന്നെ അനേക കാര്യങ്ങൾ, ഈ ഒരു നല്ല പ്രവൃത്തി അബ്രഹാമും കുടുംബവും ചെയ്തതായിട്ട്
എനിക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഒന്നാമതായിട്ട് ഈ അബ്രഹാം ചെയ്തത്, ഈ പുരുഷന്മാരെ കണ്ടപ്പോൾ അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഓടിച്ചെന്ന്, അല്ലാതെ അവരെ കണ്ടപ്പോൾ പതുക്കെ ചെന്ന് അവരെ സ്വീകരിക്കുകയല്ല ചെയ്തത്. അബ്രഹാമിന്റെ ആ ദൈവത്തോടുള്ള സ്നേഹവും ആ പുരുഷന്മാരെ കണ്ടപ്പോഴുള്ള സ്നേഹവും ഒക്കെ വെച്ച് താൻ ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ചു. ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. When he saw them, he ran to meet them from the tent door and bowed himself towards the ground. നിലം വരെ കുനിഞ്ഞു അവരെ സ്വീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൽ ഉള്ള ഒരു നല്ലൊരു മാതൃകയായിട്ട് ഈ അബ്രഹാമിന്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ മറ്റുള്ളവരെ സ്വീകരിക്കുന്നവരാണല്ലോ. ഭവനത്തിലായിരുന്നാലും അതിഥി സൽക്കാരത്തിലായിരുന്നാലും നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതാണല്ലോ. എന്നാൽ അവരെ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ മറ്റു സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ അല്ലെങ്കിൽ മറ്റു കുടുംബത്തെ ഞാൻ സ്വീകരിക്കുന്നത്, ഈ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ നിന്നും വരാറുണ്ടോ? അത് നമ്മൾ പ്രത്യേകം ഇതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ അവരോടുള്ള ആ സ്നേഹപ്രകടനത്തിന്റെ അല്ലെങ്കിൽ അവരോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടായിട്ട് അവരുടെ കാലുകളൊക്കെ കഴുകിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ വേറൊരു കാര്യം അവിടെ പറയുന്നു, അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അബ്രഹാം ബന്ധപ്പെട്ട് ചെന്നു. ആദ്യം കണ്ടു, അവരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ചു. രണ്ടാമത് അബ്രഹാം ഈ പുരുഷന്മാരെ കണ്ടപ്പോൾ ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നമ്മള് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഈ ബന്ധപ്പെടുക എന്നതിനെ കുറിച്ച് നമ്മൾ ബൈബിൾ ക്ലാസ്സിലാണ്, ആരാധനാ യോഗത്തിലാണ്, ഒരു വചന ശുശ്രൂഷയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി സക്കായിയുടെ ജീവിതത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട് സാറയുടെ അടുക്കൽ ഈ അബ്രഹാം ഓടിച്ചെന്ന്, അതായത് താൻ ആരെയാണ് സ്വീകരിച്ചത് അവരോടുള്ള സ്നേഹവും എല്ലാ അനുകൂലതയും കൊണ്ട് താൻ ബന്ധപ്പെട്ട് സാറയുടെ അടുക്കൽ ചെന്ന് അവർക്കുള്ള ഭക്ഷണം ഒരുക്കുവാനായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. ഈ അബ്രഹാമിന് അനേക ദാസന്മാരും ഒക്കെ ജോലിക്കാരൊക്കെ അനേകരും ഉണ്ടായിരുന്നേക്കാം. ആ സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം വഹിച്ച ഒരു കുടുംബമായിരുന്നു അബ്രഹാമിന്റെ ജീവിതം. ഈ അബ്രഹാമിന് ഇങ്ങനെ പറയാമായിരുന്നു, ബാല്യക്കാരോട് പറയുമായിരുന്നു, വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ട്, അവർക്കുള്ള ഭക്ഷണം ശരിയാക്കണം, നല്ല കാളക്കുട്ടി അല്ലെങ്കിൽ പശുവിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇറച്ചിയാക്കണം എന്നൊക്കെ പറയാമായിരുന്നു. എന്നാൽ താൻ അതൊന്നും ചെയ്യാതെ ഓരോ കാര്യത്തിലും താൻ ഇറങ്ങിച്ചെന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് താൻ നേരിട്ട് ചെന്ന് പറയുന്നു. അല്ലാതെ അവിടെയുള്ള ബാല്യക്കാരെ വിളിച്ചിട്ട് അല്ല അബ്രഹാം പറയുന്നത്. കൂടാതെ തന്നെ കാളയെ അവിടെ പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് അതിനെ പാകം ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ പിടിച്ചു കൊണ്ടുവന്ന് പാകം ചെയ്ത് ഈ പുരുഷന്മാർക്ക് കൊടുക്കുവാനല്ല അബ്രഹാം പറയുന്നത്. താൻ അതിലോട്ട് ഇറങ്ങിച്ചെന്ന്, താൻ ബന്ധപ്പെട്ട് താൻ ഇറങ്ങി ഓടിച്ചെന്ന് അവരുടെ അതിഥി സൽക്കാരത്തിൽ താൻ മുൻപനായിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ മുൻപന്മാർ ആയിരിപ്പിൻ എന്നുള്ളൊരു വാക്യം നമുക്ക് വായിക്കുവാനായിട്ട് തീത്തോസിന്റെ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അതിഥി സൽക്കാരത്തിൽ ഈ ഒരു നല്ല പ്രവൃത്തിയിൽ അബ്രഹാം മുൻപന്തിയിൽ നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ അത് കഴിഞ്ഞിട്ട് അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു. അത് വേറെ ആരുമല്ല കൊണ്ടുവച്ചത്, താൻ തന്നെയാണ് ഇതെല്ലാം അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചത്. അല്ലാതെ ബാല്യക്കാരെ വിളിച്ച് സർവൻസിനെയൊക്കെ വിളിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഭക്ഷണ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടല്ല വയ്പ്പിച്ചത്. താൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ട് താൻ വയ്ക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ
അതിൻ്റെ അവസാനം പറയുന്നു, അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു അവർ ഭക്ഷണം കഴിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അവരെ കൊണ്ട് തീറ്റിപ്പിക്കുക എന്നുള്ളൊരു മനോഭാവമല്ല അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഭക്ഷണം കൊണ്ടുവന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അതിനൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് താൻ അവരുടെ അടുക്കൽ ശുശ്രൂഷിച്ചു നിന്നു. അല്ലാതെ ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ആവശ്യമുള്ളതൊക്കെ എടുത്ത് തിന്നോ, അല്ലെങ്കിൽ ഈ ബുഫയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് സെലക്ട് ചെയ്തൊക്കെ എടുക്കാം. അങ്ങനെയുള്ളൊരു മനോഭാവമല്ല അബ്രഹാം ഇവിടെ ചെയ്തത്. താൻ പാചകം ചെയ്ത്, സാറെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ച് തന്റെ മുമ്പിൽ കൊണ്ടുവച്ച് താൻ അവരുടെ അടുക്കൽ ശുശ്രൂഷിച്ചു നിന്നു. ഇങ്ങനെ ആയിരിക്കണം നാം അതിഥി സൽക്കാരം ചെയ്യേണ്ടത്. അബ്രഹാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാം ഒരു നല്ല മാതൃക ഉള്ള ഒരു ജീവിതം ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അബ്രഹാമിന്റെ ഈ ജീവിതത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഈ പുരുഷന്മാരുടെ മുമ്പിൽ കൊണ്ടുവച്ച് അവരുടെ കൂടെ നിന്നു. അതായത് അതിന്റെ അവസാനം വരെ, അത് അവിടെ പറയുന്നുണ്ട്, അവർ ഭക്ഷണം കഴിച്ചു. അവർ കഴിച്ചു കഴിയുന്നത് വരെ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ ശുശ്രൂഷിച്ചു നിന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതിലൊരു ആത്മീയ സത്യം കൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ. നമ്മൾ ഏതെങ്കിലും ഒരു സൽപ്രവർത്തികൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിഥി സൽക്കാരം, മറ്റ് പൊതുവായിട്ടുള്ള സൽപ്രവർത്തികൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞ് അതിനോട് കൂടെ തന്നെ അതിന്റെ അവസാനം വരെയും നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ തുടങ്ങി വെച്ച് അതിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ ചെയ്തില്ല, അല്ലെങ്കിൽ കുറച്ച് വെച്ച് അത് അവസാനിച്ചു, അതിപ്പോ എന്താണ് അതിന്റെ സ്ഥിതി, അതൊന്നും അറിയാത്തൊരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. അത് ഏത് കാര്യമാണോ താൻ തുടങ്ങി വെച്ചത് അതിന്റെ അവസാനം വരെയും ഈ അബ്രഹാമും കുടുംബവും കൂടെ നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ നമ്മൾ മാനിക്കേണ്ടതും അതിനോട് പ്രതികരിക്കേണ്ടതും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് കർത്താവിന്റെ വേല, അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ, വേല സംബന്ധിച്ചുള്ള ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവിന്റെ വേലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ നെഹമ്യാവിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ഈ അനേക സൽപ്രവർത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത് പൂർത്തീകരിക്കാതെ അതിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ നെഹമ്യാവിന്റെ ജീവിതത്തിൽ താൻ അതിന്റെ പൂർത്തീകരണം വരെയും താനത് വ്യാപൃതനായിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, അതൊന്ന് വായിക്കാമോ? 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, എനിക്ക് തോന്നുന്നു അവസാനത്തെ വാക്യമാണെന്ന് തോന്നുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 14-ന്റെ 2-ാമത്തെ ഭാഗം. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുത്. ഒന്നുകൂടെ ഒന്ന് വായിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുത്. ഇത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. എൻ്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുത്. അതായത് ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഞാൻ ചെയ്ത ശുശ്രൂഷകൾ അത് മായിച്ചു കളയരുത്. അപ്പോൾ മാഞ്ഞു പോകുന്ന ശുശ്രൂഷകളും കാര്യങ്ങളുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചു പോകുന്ന ആ കാര്യത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതൊക്കെ മായിച്ചു കളയുന്ന കാര്യങ്ങളാണ്. എന്നാൽ മായിച്ചു കളയാത്ത കാര്യങ്ങളുണ്ട്. സൽപ്രവർത്തികൾ വ്യാപൃതനായിരുന്നു കൊണ്ട് അതിന്റെ അവസാനം വരെയും താൻ വ്യാപൃതനായിരുന്നു. അതുകൊണ്ടാണ് നെഹമ്യാവ് താൻ യെരൂശലേമിന്റെ മതിൽ പണി താൻ 52 ദിവസം കൊണ്ട് പണിതു. അതുകൊണ്ട് താൻ ദൈവത്തിന് വേണ്ടി ചെയ്ത ആ ഒരു ശുശ്രൂഷ അതൊരു നല്ല സൽപ്രവൃത്തിയായിട്ട് ഇരിക്കുകയും മായ്ച്ചു കളയരുത് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം
10-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും അതിന് ശുശ്രൂഷ കേട്ട വാക്യമാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ ചിന്തിക്കുക. നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം ദൈവം പ്രസാദിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സൽപ്രവൃത്തി, ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ അത് മായ്ച്ചു കളയാതെ ദൈവം എത്രത്തോളം അതിൽ നിന്നും പ്രസാദിക്കുന്നു, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സൽപ്രവൃത്തികളിൽ മാതൃക ആയിരിക്കാം എന്നുള്ള വാക്യത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത്. പ്രധാനമായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികൾ നാം വ്യാപൃതർ ആകുമ്പോൾ, അല്ലെങ്കിൽ അതിനോടൊരു മനോഭാവം നമ്മൾ കാണിക്കുമ്പോൾ, 5 കാര്യങ്ങൾ, പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിക്കൊള്ളേണ്ടുന്ന കാര്യമാണ്. അത് തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. ആ 5 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി വേണം. 2-ാം അധ്യായം 7-ാം വാക്യം, സൽപ്രവൃത്തികളിൽ മാതൃക കാണിക്കണം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കണം. 3-ാം അധ്യായം 8-ാം വാക്യം, സൽപ്രവൃത്തികൾക്ക് ഉത്സാഹികൾ ആയിരിക്കണം. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് കുറിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾ, അല്ലെങ്കിൽ സൽപ്രവർത്തികൾ, അത് മായ്ച്ചു കളയാതെ കർത്താവ് അത് നമ്മുടെ മേൽ നിവർത്തിക്കും, അല്ലെങ്കിൽ അവന്റെ കണക്ക് പുസ്തകത്തിൽ അത് രേഖയായിട്ട് തന്നെ ഇരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുറിക്കൊള്ളേണ്ടുന്ന കാര്യങ്ങൾ കുറിക്കൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത സീരീസിൽ അതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത സീരീസിൽ ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്നു. ദൈവം വരുവാൻ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അതിനായിട്ട് ഒരുങ്ങാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.